ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ലിവർ റോസ്റ്റ് വെച്ചു. ഈ പ്രാവശ്യം ഞാൻ ലിവർ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. ഫ്രൈക്ക് വേണ്ടതും നമ്മൾ റോസ്റ്റുമായിട്ട് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ 4 കൂട്ടമേ എടുത്തിട്ടുള്ളൂ. വേറെ മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മസാല, കുരുമുളക് ഏറെ എടുത്തിട്ടുണ്ട്, മഞ്ഞൾ. ഇത് നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ റോസ്റ്റല്ല കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് ലിവർ ഫ്രൈയാണ്, റോസ്റ്റല്ല. അപ്പോൾ ഇത് ഇച്ചിരി നന്നായിട്ടൊന്ന് ഒരു കളർ മാറണം. കളർ മാറി വരുമ്പോഴത്തേക്കും അതിനകത്ത് കണ്ടോ കളറൊക്കെ മാറി വന്നു. അതിനകത്തോടെ ഈ 4 കൂട്ടം മസാല ഞാൻ അങ്ങോട്ട് തട്ടിയിട്ട് എന്തൊക്കെയാണ് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇത്രയിട്ട് ഇളക്കി. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചേക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചട്ടി ചൂടുണ്ടല്ലോ. ഞാൻ സോസ്പാന മറ്റേ ഇതില്ലേ ചട്ടിയല്ല, ഈ പാത്രം ഉപയോഗിക്കുന്നത്, നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതിന് മസാല പിടിച്ച് മൊത്തം ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇളക്കി ശരിക്കും മറിച്ചങ്ങിട്ട് കൊടുക്കുക. നല്ല രസമാണ്. ചിലർ ഇത് തന്നെ ഇരുന്ന് ഒരു ചായ എല്ലാം കൂട്ടി ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. അല്ലാതെ എനിക്ക് ഏറ്റവും ഇത് ഇഷ്ടമെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് ലിവർ ഫ്രൈ. നല്ല രസമാണ്. നല്ല കുരുമുളക് ഏറെ, നമുക്ക് ഇച്ചിരി കുരുമുളക് ഇതിന് കൂടുതൽ വേണ്ട. കുരുമുളക് കുറച്ച് ഏറെ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം കരളിന് വേവിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് മൂടി അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടിരുന്ന് വേവണം. ആദ്യം നല്ല തീ കുറച്ച് പകുതി വരെ കൊടുത്തിട്ട് പിന്നെ ഒരു ഗ്യാസ് ഒരു സിമ്മാക്കിയില്ല, പകുതി തീയിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കണ്ട പറ്റി വന്നപ്പോൾ കണ്ട നല്ല അടിപൊളി ഫ്രൈ. ഞാൻ കറിവേപ്പിലൊക്കെ രണ്ടാമത് ഞാൻ ഇട്ടതാണ് കേട്ടോ. എനിക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. ഞാൻ ലേശം കുരുമുളകും കൂടെ ഞാൻ ഇടും ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടോടെ ഒന്ന് ചെയ്യും. ഈ മൊബൈൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവി പറക്കുമ്പോൾ ഇങ്ങനെ ഒരു മങ്ങലുണ്ടേ. സതേ ക്ഷമിക്കുക, തനത്താനൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ലിവർ ഫ്രൈ കണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കേട്ടല്ലോ, ബെല്ലൈക്കൺ അമർത്തുക. അവിടെ ഇത് വെച്ച് നോക്കുക. വെച്ചിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്തായാലും പറയണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് ലിവർ ഫ്രൈ. അപ്പോൾ അടുത്തതിൽ കാണാം. ഓക്കെ, ബൈ.